ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥനയോട് ഈ രാവിലെ സമയം തിരുവചനം ധ്യാനിച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 24 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. അത് എല്ലാം നമുക്ക് ആഴമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുവാനുള്ള സമയമില്ല. എന്നാൽ അതിലെ കാതലായ ചില ചിന്തകളെ ഈ രാവിലെ സമയം ദൈവമക്കളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൽ നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി നമ്മൾ എൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു തലക്കെട്ടായിട്ട് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ എ വിക്ടോറിയസ് സ്പിരിച്വൽ ലൈഫ്, വിജയകരമായ ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ സാധ്യമാകും എന്ന് നമുക്കൊക്കെ അറിയാം. ഈ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരാരുമില്ല. അത് ആത്മീയമായാലും ഭൗതികമായ ജീവിതത്തിലും വിജയം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പരാജിതരാകുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ കാണുവാൻ കഴിയുന്നത് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നത് കാണുവാൻ, വിജയത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് അനേകം മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നത് കാണുവാൻ കഴിയും. എന്നാൽ അനേകരി മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നവർ തന്നെ പരാജിതരാകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു അധ്യായത്തില്, ഈ ഒരു ലേഖനത്തില് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മീയ ജീവിതത്തിൽ തൻ്റെ ജീവിതം വിജയമായിട്ട് പൂർത്തിയാക്കിയ ഏറ്റവും നല്ലൊരു മോട്ടിവേറ്ററായ പൗലോസ് ഈ ലേഖനത്തിലൂടെ എങ്ങനെ ഒരു വ്യക്തിക്ക് ആത്മീയമായ ജീവിതത്തിൽ വിജയം വിജയിപ്പാനായിട്ട് കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട് അതിന്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ, എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു യേശുവിൽ ക്രമപ്പെടുക അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുക. എ ഡിസിപ്ലിൻ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൽ ക്രമപ്പെടുക. എങ്ങനെയെങ്കിലുമൊക്കെ ക്രമപ്പെടാനല്ല പറയുന്നത്. അവിടെ പറയുന്നു ആരൊക്കെ ക്രമപ്പെടണം: കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, അധികാരത്തിൽ ഇരിക്കുന്നവർ, അധികാരത്തിന് കീഴിലുള്ളവർ. അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തു യേശുവിൽ ക്രമപ്പെടണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഡിസിപ്ലിൻ ആകേണ്ടത്, അച്ചടക്കം പ്രാപിക്കേണ്ടത് ലോകപ്രകാരമുള്ള ഏതെങ്കിലും കാര്യത്തിലല്ല, ക്രിസ്തുവിൽ. അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, കർത്താവിൽ അനുസരിക്കുവിൻ, കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ എന്ന് അവിടെ പറയുന്നതായ ഒരു കാര്യം നമുക്ക് കാണുവാനേ സാധിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് പറയുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരോട് പറയുന്നത്, ജോലി സ്ഥലങ്ങളില് അധികാരത്തിന് കീഴിലിരിക്കുന്നവരോടും പറയുകയാണ്. അതായത് വീട്ടിൽ ക്രിസ്തുവിൽ ക്രമപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം. സമൂഹത്തിൽ, പബ്ലിക് ലൈഫിലും ക്രിസ്തുവിൽ ക്രമപ്പെട്ട ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ജീവിതം, അച്ചടക്ക ജീവിതം നയിക്കുന്നവര് ആയിരിക്കണം. ഇനിയും ആർക്കാണ് ഇങ്ങനെ ക്രിസ്തുവിലുള്ള ഒരു അച്ചടക്ക ജീവിതം സാധ്യമാകുന്നത് എന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായി സാധിക്കുന്നു. ദ വൺ ഹൂ ഈസ് ബോൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിലുള്ള അച്ചടക്കം സാധ്യമാകുകയുള്ളൂ. ഇന്ന് അനേകർക്ക് ക്രിസ്തുവിൽ ജനിക്കുന്ന അനുഭവം കുറവാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതൊരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല സമൂഹമാണ്. ഈ അടുത്തിടകളിലൊക്കെ പല ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഈ സാൽവേഷൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തെ ഒന്ന് പങ്കുവെക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ, ഞങ്ങള് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയായിരുന്നു നിക്കോദീമോസിൻ്റെതായ ആ ഒരു പരാജയവും. എന്നാൽ ഇവിടെ പറയുന്നു, ആർക്കാണ് ക്രിസ്തീയ അച്ചടക്കം സാധ്യമാകുന്നത്?
ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർക്കല്ല, യുവാഞ്ചലിക്കൽ സഭയിൽ ജനിച്ചതുകൊണ്ടായില്ല. പക്ഷെ ഇവിടെ പറയുകയാണ് ബോൺ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ജനിക്കണം. അല്ലയോ നിക്കോദിമോസേ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഈ സത്യം നിനക്ക് അറിയാതെ പോയല്ലോ എന്ന് അനേകര് അങ്ങനെയുള്ള ഒരു പരാജയത്തിലേക്ക് പോകുന്നത് കാണുവാനേ സാധിക്കും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതങ്ങൾ വിജയിക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ജനിക്കണം. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുമ്പോൾ ഒരു ഉറപ്പ് വരുത്തുക, ഓരോ മാതാപിതാക്കളും ക്രിസ്തുവിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവേശുവില് ഉള്ളതായ പത്യോപദേശത്തിലും അതോടൊപ്പം തന്നെ ബാലശിക്ഷയിലും നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പൗലോസ് പറയുകയാണ്, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. എന്തുകൊണ്ടാണ് അങ്ങനെ പൗലോസ് ഈ കർത്താവിന്റെ ബാലശിക്ഷ എന്ന് പറഞ്ഞത്? കാരണം ഇന്ന് ലോകപ്രകാരമുള്ള ബാലശിക്ഷയും പത്യോപദേശവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നമ്മൾ വളയുകയല്ല, നമ്മൾ ക്രമപ്പെടുകയല്ല, നമ്മുടെ ഇഷ്ടത്തിന് വചനത്തെ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിന്റെ ഒരു പരാജയം അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട്, ന്യായീകരിക്കാനായിട്ട് ദൈവവചനത്തെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് വളച്ചൊടിക്കുമ്പോൾ കർത്താവ് ഇവിടെ പൗലോസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെയല്ല, കർത്താവിന്റെ ബാലശിക്ഷയും പത്യോപദേശവും അതെവിടുന്നാ കിട്ടുന്നത്? നമ്മള് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, മാതാപിതാക്കളോട് പറയുകയാണ്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഈ വചനങ്ങളെ ഇരിക്കാവും. അതിനുശേഷം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അങ്ങനെയുള്ളതായ ഒരു ഉപദേശത്തിൽ, വചന അടിസ്ഥാനത്തില് തലമുറകളെ വളർത്തിയെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവര് മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കുന്ന തലമുറയായി തീരും. ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അച്ഛാ, നമ്മളെക്കാട്ടിലൊക്കെ നമ്മുടെ ആ പഴയ കാലഘട്ടമൊന്നുമല്ല. കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പുതിയ ടെക്നോളജിയിലൊക്കെയായി, ഇന്ന് ന്യൂ ജനറേഷൻ ട്രെൻഡുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലൊന്നും കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ലോകത്തിലെ കുറെ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് പലപ്പോഴും ലോകത്തിന് അനുരൂപരാകുന്നതായ ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിനും ദൈവവചനത്തിനും പഴക്കം വന്നിട്ടില്ല. അതിന്നലെയും ഇന്നും എന്നേക്കും അത് സെയിം ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ കൃപയിൽ വളർത്തുവാൻ ശ്രമിക്കണം. രണ്ടാമതായിട്ട്, അപ്പോൾ അങ്ങനെ ഓരോ മാതാപിതാക്കളും ഉറപ്പ് വരുത്തേണ്ടത്, എന്റെ കുഞ്ഞു പള്ളിയിൽ പോകുന്നു എന്നല്ല, പ്രാർത്ഥിക്കുന്നു എന്നല്ല, അവൻ വീണ്ടും ജനനം, അവൾ വീണ്ടും ജനനം പ്രാപിച്ചതായ ഒരു ദൈവ പൈതലാണെന്ന് ഉറപ്പ് വരുത്തിയാല് തീർച്ചയായും അവർക്കൊരു ക്രിസ്തീയമായ ക്രിസ്തുവിലുള്ള അച്ചടക്കത്തിലൂടെ ജീവിപ്പാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട്, നമ്മുടെ പുറത്തുള്ള ജീവിതം, ഭവനത്തിലെ ജീവിതം കഴിഞ്ഞു, അവർ പബ്ലിക് ലൈഫ്, നമ്മുടെ പുറത്തുള്ള ജീവിതം, നമ്മുടെ ജോലി സ്ഥലങ്ങളില്, അത് ആത്മീയ മേഖലയിലായിരിക്കാം, ഭൗതിക മേഖലയിലായിരിക്കാം. അവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, അധികാരത്തിൽ ഇരിക്കുന്നവരും അധികാരത്തിന്റെ കീഴിൽ ഇരിക്കുന്നവരും എന്ത് ചെയ്യണം? ക്രിസ്തുവിലുള്ളതായ കർത്താവിന്റെ മനോഭാവത്തിൽ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ ലൈഫ് നയിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് പലപ്പോഴും ഭവനത്തിലും പള്ളിയിലും ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ആയിരിക്കും, പക്ഷെ ജോലി സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ലോകത്തെ നേടുവാനായിട്ട് ലൗകികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ഈ ദിവസങ്ങൾ നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ, നാടോടുമ്പോൾ ചിലര് പറയുന്നുണ്ട് നടുവേ ഓടത്തില്ല, ഇവാഞ്ചലിക്കക്കാർ നടുവേ ഓടത്തില്ല, സൈഡിൽ കൂടെങ്കിലും ഒക്കെ നമ്മൾ ഓടിപ്പോകുവാനുള്ള ഒരു ശ്രമം ഇന്ന് നടത്താറായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ് അങ്ങനെയല്ല, നമ്മുടെ പബ്ലിക് ലൈഫിലും ക്രിസ്തുവിൽ ക്രമപ്പെട്ട ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തീയമായ ഒരു വിജയം നേടുവാനായിട്ട് കഴിയുള്ളൂ. രണ്ടാമതായിട്ട് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൽ ക്രമപ്പെട്ടവരോട് പറയുകയാണ് എന്തു ചെയ്യണം നിങ്ങള്? അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, ക്രിസ്തുവിൽ അച്ചടക്കം പ്രാപിച്ചവർ ക്രിസ്തുവിൽ ബലപ്പെടണം. സ്ട്രെങ്തൻ ഇൻ ക്രൈസ്റ്റ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ബലം പ്രാപിക്കണം എന്ന്. നമ്മുടെ ശക്തി അതെന്തിനു വേണ്ടിയിട്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ ശക്തി പ്രാപിപ്പാനായിട്ട് കഴിയുന്നത്? പ്രിയമുള്ളവരെ, അതിന് വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യമുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും,
പൗലോസ് പറയുന്നു അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ആത്മീയ ജീവിതത്തിൽ ബലപ്പെടണമെങ്കിൽ എ ക്വാളിറ്റി ടൈം വിത്ത് ഗോഡ്, ദൈവത്തോട് ചേർന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെ ഒരു നല്ല സമയം ചെലവഴിക്കണം. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ബിസി ലൈഫിൽ പലപ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ദൈവത്തോട് ചേർന്നിരുന്ന് ബലപ്പെടുന്നതിനും സമയം ലഭിക്കാതെ പോവുകയാണ്. അവിടെയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്, ക്രിസ്തുവേശുവിൽ നീ ബലം പ്രാപിക്കണം. അപ്പോൾ ക്രിസ്തുവിൽ ക്രമപ്പെടണം, ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ക്രമപ്പെടണം, ക്രിസ്തുവിൽ ബലപ്പെടണം. മൂന്നാമതായിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ ബലപ്പെട്ടവര് ചുമ്മാതിരിക്കരുത്. ക്രിസ്തുവിൽ ആത്മീയമായിട്ട് ക്രിസ്തുവേശുവിൽ ബലപ്പെട്ടിട്ട് ഇന്നത്തെ മറ്റൊരു പരാജയം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലേസിനെസ്, ആത്മീയ അലസത എന്ന് അനേകരെ പരാജയത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നീ ക്രിസ്തുവിൽ ബലപ്പെട്ടുവെങ്കിൽ നീ ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ ബലത്തോടെ ശത്രുവിനോട് പോരാടണം. Unless and until we fight a spiritual fight, ആത്മീയ ജീവിതത്തിന്റെ ആ വലിയ യുദ്ധം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ഓട്ടക്കളത്തിൽ ഓടിയെങ്കിൽ മാത്രമേ വിജയിപ്പാനായിട്ട്, പേര് കൊടുത്തത് കൊണ്ട് വിജയിക്കുന്നില്ല. ക്രിസ്തുവിൽ ബലപ്പെട്ടവൻ ആ ആത്മീയ യുദ്ധത്തിലേക്ക് ഇറങ്ങണം, ആത്മീയ അലസതയെ വെടിയണം. അവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്, അങ്ങനെയെങ്കിൽ മാത്രം എപ്പോഴും ഉണർന്നിരുന്ന് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് പോരാടി അവർക്ക് വിജയിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.